ഝാർഖണ്ഡിൽ നിന്നൊരു വാർത്ത വരികയാണ്. ഝാർഖണ്ഡിലെ ഗിരിദിഹിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു. കടകൾക്കും വാഹനങ്ങൾക്കും തീവച്ചു. രണ്ട് സമുദായങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. നാഷണൽ ഡെസ്കിൽ നിന്നും മനീഷ് ഐഷ മാത്യു ആണ് നമുക്കൊപ്പം ചേരുന്നത്. മനീഷ്, രണ്ട് സമുദായങ്ങൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ച കാരണങ്ങൾ? ലക്ഷ്മി, സാധാരണഗതിയിൽ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഈ ഹോളി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ജാർഖണ്ഡിലുള്ള ഈ ഗോഡ്ദംബ എന്ന് പറയുന്ന ഒരു തെരുവുണ്ട്. അവിടേക്ക് രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ ഹോളി ആഘോഷവുമായി എത്തുന്നു. ഈ ഹോളി ആഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുകയായിരുന്നു ഈ രണ്ട് സമുദായങ്ങളും. അങ്ങനെ ഇവർ ഒരുമിച്ച് ഒരു നഗരത്തിലേക്ക് ഒരു തെരുവിലേക്ക് എത്തുന്നു. ഈ തെരുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ആദ്യം തരത്തിലേക്കുള്ള ഒരു വാക്കേറ്റം, പിന്നീട് അതൊരു വലിയ സംഘർഷത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇവർ തമ്മിലേക്ക് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോകാനുള്ളതിൻ്റെ കാരണങ്ങൾ വ്യക്തമല്ല. പക്ഷേ ഇത് ഈ സാധാരണഗതിയിൽ തുടങ്ങിയ ആഘോഷം പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നു. ആ സംഘർഷം വലിയ രീതിയിലേക്ക് വളരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കടകൾക്കടക്കം അവർ തീ വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കടകൾ, അതുപോലെ തന്നെ ഈ തെരുവിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കെല്ലാം തന്നെ ഈ അക്രമികൾ തീവച്ചു. ഏകദേശം 1 മണിക്കൂറോളം ഈ ഒരു അക്രമം നീണ്ടു നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴേക്കും പോലീസ് സംഘം അവിടേക്ക് എത്തി. പോലീസ് സംഘം അവിടെ എത്തിയതോടെ തന്നെ ഈ അക്രമികൾ അവിടുന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിലേക്ക് ഈ ആളുകൾക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ, അത്തരത്തിലേക്കുള്ള ജീവഹാനി അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ആ ഒരു അക്രമത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. എന്തായാലും ഏകദേശം 1 മണിക്കൂറിലേറെ നീണ്ടു നിന്ന ഈ ഒരു തെരുവ് യുദ്ധം എന്ന് തന്നെ പറയാം. ആ തെരുവ് യുദ്ധത്തിൽ ഏറെ കടകളും അതുപോലെ തന്നെ വാഹനങ്ങളും ഒക്കെ തീവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജാർഖണ്ഡ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കുറ്റവാളികളെ പിടികൂടും എന്നുള്ളതാണ്. നിലവിൽ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ്. ലക്ഷ്മി. മനീഷ് ഐഷ മാത്യു ആണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.